ഹായ് നമസ്കാരം. 2024-25 വർഷങ്ങളിൽ MBBS, BDS അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നീറ്റ് പരീക്ഷ 2024 എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നീറ്റ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നു, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി, രണ്ടാമത് റിവൈസ്ഡ് ലിസ്റ്റ് വന്നു. ഇനിയിപ്പോൾ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് പോവാണ്. ചോയ്സ് ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് കേരളത്തിലെ MBBS, BDS അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ കൊടുക്കേണ്ട കുട്ടികളുടെ നീറ്റിൻ്റെ മാർക്ക് സമർപ്പണവുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം 24 ലക്ഷത്തിലധികം ആളുകളാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ 23 ലക്ഷത്തിലധികം ആളുകളും പരീക്ഷ എഴുതിയിട്ടുണ്ട്. 13,15,853 ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 1,36,974 ആളുകൾ പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് 86,713 ആളുകൾ ഈ വർഷം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടുമെന്ന് പറയണമെങ്കിൽ ആകെ 33 കോളേജുകളേ ഉള്ളൂ. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ 19 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുമായിട്ട് ഏകദേശം 4,255 അല്ലെങ്കിൽ 5,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സീറ്റുകളിലേക്കാണ് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് ഒക്കെ നടത്തേണ്ടത്. ഇതിനൊക്കെ നടത്തണമെങ്കിൽ ഈ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ നമ്മളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ മെഡിക്കൽ, ഡെൻ്റൽ, ആയുർവേദ, സിദ്ധ, ഹോമിയോ, വെറ്റിനറി ആൻഡ് അനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, ഫിഷറീസ്, അഗ്രികൾച്ചർ, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BTech ബയോടെക്നോളജി എന്നീ കോഴ്സുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ കേരള എൻട്രൻസ് അപ്ലൈ ചെയ്യുകയും നീറ്റ് പരീക്ഷ എഴുതുകയും ചെയ്തവർക്ക് മാത്രമേ കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മാർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാർക്ക് സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയപ്പെടുന്നത് ഓഗസ്റ്റ് 11 രാത്രി 11:59 വരെ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനിൽ മാർക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈനായിട്ട് മാർക്ക് സമർപ്പിക്കാത്ത ആളുകളെ ഒരു കാരണവശാലും ഈ പറയപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല. എങ്ങനെയാണ് ഓൺലൈനിൽ മാർക്ക് സമർപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക. www.cekerala.gov.in എന്ന് പറയപ്പെടുന്ന വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക. ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മുടെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീം 2024 അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് നമ്മുടെ ഹോം പേജിൽ കയറുക. കാൻഡിഡേറ്റിൻ്റെ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു മെനു കാണാം, നീറ്റ് റിസൾട്ട് സബ്മിഷൻ. ആ നീറ്റ് റിസൾട്ട് സബ്മിഷൻ്റെ മെനു ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നീറ്റ് UG 2024 റോൾ നമ്പർ അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കാർഡ് കാണാം. അത് കൃത്യമായി വെരിഫൈ ചെയ്യുക. അതിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, മറ്റു ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്കോറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങളുടെ നീറ്റിൻ്റെ പെർസെൻറ്റേജ് സ്കോർ, ഓൾ ഇന്ത്യ റാങ്ക് തുടങ്ങിയവയൊക്കെ കാണിക്കും. ആ കാണുന്നതൊക്കെ ശരിയാണോ എന്ന് വിലയിരുത്തിയതിന് ശേഷം അത് കറക്റ്റാണെങ്കിൽ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ് എങ്കിൽ നിങ്ങൾ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒരു കാരണവശാലും എൻട്രൻസ് കമ്മീഷണർ അയച്ചു കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മളെ പരിഗണിക്കുകയുള്ളൂ. റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം നമുക്കറിയാം. MBBS, BDS അതുപോലെ അലൈഡ് കോഴ്സുകൾക്ക് ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ആയുർവേദക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റും ഒക്കെ ആയിട്ടാണ് റാങ്ക് ലിസ്റ്റിൻ്റെ അതിൻ്റെ പൂർണ്ണമായ വിവരവും മറ്റു വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചോയ്സ് ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഡീറ്റെയിൽസ് നമ്മൾ തരാം. കൗൺസിലിംഗ് നടക്കുന്നത് ആദ്യം അഖിലേന്ത്യാ കോട്ട, അതിനുശേഷം സ്റ്റേറ്റ്, അതിനുശേഷം വീണ്ടും അഖിലേന്ത്യയുടെ സെക്കൻഡ് റൗണ്ട്, പിന്നെ സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് റൗണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അടുത്ത വീഡിയോയിൽ പറയാം. മെഡിക്കൽ അലൈഡ് കോഴ്സ് അപ്ലൈ ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് നീറ്റിൻ്റെ സ്കോർ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുക. വീണ്ടും കാണാം. ബൈ. താങ്ക് യു.